ഇത് എൻ്റെ ചാനൽ ഫസ്റ്റ് വീഡിയോ ആണ്. വല്ല കുഴപ്പമോ ഞാൻ പറഞ്ഞ ടെക്കിൽ വല്ല മാറ്റം വല്ലതും ഉണ്ടെങ്കിൽ ഒന്ന് താഴെ കമൻറ്റ് ചെയ്യേണ്ടതാണ്. നമ്മൾ 76,000 പ്രൈസിൽ ഒതുങ്ങുന്ന ഒരു ഗെയിം പി സിയെ കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. അല്ല, മിഡ് റേഞ്ച് പി സി ആണ്, നിങ്ങൾക്ക് നന്നായിട്ട് കളിക്കാൻ പറ്റും കുറച്ച് ഗെയിംസൊക്കെ. പിന്നെ ഇതിൻ്റെ സ്പെക്കൊക്കെ ഞാൻ താഴെ കമൻറ്റ് കൊടുത്തേക്കാം. പിന്നെ പ്രൈസ് അവസാനം പറയുന്നതായിരിക്കും. നമുക്ക് വേഗം വലിച്ചു കിട്ടാതെ നേരെ തന്നെ കാര്യത്തിലേക്ക് പോകാം. നിങ്ങൾ കളിക്കാൻ കഴിയുന്ന ഒരു ഗെയിം GTA 5. ഈ GTA 5 സ്മൂത്തായിട്ട് കളിക്കാൻ, അതേപോലെ വേറെ ഗെയിമാണ് GTA 6. ഇതൊക്കെ അത്യാവശ്യം ലാഗില്ലാതെ തന്നെ കളിക്കാൻ പറ്റുന്ന ഒരു പി സി ആയിരിക്കും. പിന്നെ ഗോഡ് ഓഫ് വാർ ഒക്കെ കുഴപ്പമില്ലാതെ നമുക്ക് കളിക്കാൻ പറ്റും. അത് ഈ പ്രൊസസ്സറായിട്ട് വരുന്ന AMD Ryzen 5 5600 എന്ന് പറഞ്ഞ ഒരു പ്രൊസസ്സറാണ്. അത്യാവശ്യം നല്ലൊരു ഗെയിം പ്രൊസസ്സർ തന്നെയാണ്. എഡിറ്റിങ്ങിനൊക്കെ പൊളിയാണ് സാധനങ്ങൾ. നമുക്ക് കമ്പയർ ചെയ്യുമ്പോൾ ഇൻ്റലിൻ്റെ i5 12th Gen ആയിട്ടൊക്കെ നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റും. അതിന് അടുത്ത പാർട്ടിലേക്ക് പോകാം. നമ്മളെ ഗ്രാഫിക്സ് കാർഡായിട്ട് വന്നത് RX 6600 എന്ന് പറഞ്ഞ ഗ്രാഫിക്സ് കാർഡാണ്. ഏകദേശം ഒരു നല്ലൊരു ഗ്രാഫിക്സ് കാർഡാണ്. ഗെയിമിങ്ങൊക്കെ നമുക്ക് അത്യാവശ്യം നല്ല FPS കളിക്കാം. RTX 3050 കട്ടി ഒരു നല്ല ഗ്രാഫിക്സ് കാർഡുണ്ട്. ഇപ്പോൾ RTX നല്ല വില പിടിക്കുന്ന ടൈം ആയതുകൊണ്ട് ഇപ്പോൾ ഇതെടുക്കുന്നതായിരിക്കും കുറച്ചൊക്കെ നല്ലത്. പിന്നെ മറ്റേതിൽ RTX DLSS ഉണ്ട്, ബട്ട് ഇതിൽ FSR എന്നൊരു സംഭവം. രണ്ടും ഒരേപോലെ സെയിം തന്നെ, ബട്ട് നന്നായിട്ട് കളിക്കാൻ പറ്റും. പിന്നെ അടുത്ത പാർട്ടിലേക്ക് പോവാം. അടുത്തത് നമ്മുടെ മദർ ബോർഡ് B550 എന്ന് പറഞ്ഞൊരു മദർ ബോർഡാണ്. GB അത്യാവശ്യം നല്ലൊരു മദർ ബോർഡ് തന്നെയാണ്. 2 സ്ലോട്ട്സ് ആണുള്ളത്. നമുക്കിനി അടുത്ത പാർട്ടിലേക്ക് പോകാം. നിങ്ങൾക്ക് മദർ ബോർഡ് ഇതൊന്നും ആണെന്നില്ല, നല്ല വേറെ മദർ ബോർഡാണെങ്കിൽ വേറെ എടുക്കാം. നമുക്കിനി അടുത്ത പാർട്ടിലേക്ക് പോകാം. പിന്നെ DDR4 റാമാണ് പറഞ്ഞാൽ 8 GB. നിങ്ങൾ 16 GB ആക്കാനായിരിക്കും നല്ലത്. അതാണ് കുറച്ചുകൂടി നല്ലത് ഗെയിമിങ്ങൊക്കെ. പിന്നെ ആ ഒരു 8 GB ഇട്ട് കളിക്കാൻ നിൽക്കരുത്. അടുത്ത GTA 6 അങ്ങനത്തെ അതിന് ഇറങ്ങുന്ന ഗെയിംസിനൊക്കെ 16 GB നല്ല മസ്റ്റാണ്. എന്നാലേ നമുക്ക് അത്യാവശ്യം കുഴപ്പമില്ല കളിക്കാൻ പറ്റൂ. എല്ലാവരും 16 GB ആക്കാൻ ശ്രമിക്കണം. അടുത്ത പാർട്ടിലേക്ക് പോകാം. ആയിട്ട് വരുന്നത് സ്റ്റോറേജാണ്. സ്റ്റോറേജ് 500 GB ആണോന്നില്ല, 500 GB മതി. ബട്ട് 500 GB വലിയ ഗെയിംസ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് സ്റ്റോറേജ് തീറ്റും. അതുകൊണ്ട് 1 GB എടുക്കുന്നതായിരിക്കും നല്ലത് കുറച്ചും കൂടെ. അടുത്തതായിട്ട് പറഞ്ഞ PS 550 വാട്ടിൻ്റെ 80+ വാട്ടിൻ്റെയൊക്കെ PS ആണ്. ആൻറ്റി സ്പോർട്സിൻ്റെ നിങ്ങൾ ഇത് തന്നെ അടിക്കാൻ സാധിക്കുന്ന വില കുറഞ്ഞ PS ഒക്കെ വെച്ചാൽ നിങ്ങൾ ഗ്രാഫിക്സ് കാർഡൊക്കെ അടിച്ച് പോകുന്നതായിരിക്കും. ഇത് പറയാൻ കാരണം കടയിൽ പോയി നമുക്ക് ആദ്യമായിട്ട് ബിൽഡ് ചെയ്യുന്നവർക്ക് ഇത് എന്താ കടക്കാർ ഈ സാധനമൊക്കെ വെച്ച് കൊടുത്തുള്ളൂ. പിന്നെ ഈ ഗ്രാഫിക്സ് കാർഡ് മാത്രം ബിൽഡ് ചെയ്യുന്നൊരു കുറഞ്ഞ PC ഒക്കെ ആയിരിക്കും. അത് മാറ്റി ഈ 1000-ൻ്റെ 2000-ൻ്റെ ഒക്കെ വെച്ചാൽ നിങ്ങൾ ഗ്രാഫിക്സ് കാർഡ് പോകുന്നതായിരിക്കും. എല്ലാവർക്കും അറിയാമെന്നായിരിക്കും, അറിയാതെ പ്രിൻ്റ് ചെയ്യുന്ന പറഞ്ഞത്. പിന്നെ അവർക്ക് തന്നെ ക്യാബിനൊക്കെ ഇഷ്ടപ്പെട്ട ആദ്യം ബിൽഡ് ചെയ്യുമ്പോൾ ഷോപ്പിൽ നമുക്ക് നല്ല ഇഷ്ടപ്പെട്ട വേറെ ക്യാബിൻസ് കാണും. പിന്നെ ക്യാബിൻ മാത്രം അപ്ഗ്രേഡ് ചെയ്യുന്ന ചേർക്കാൻ നല്ല സ്പേസൊക്കെ നോക്കിയിട്ട് ക്യാബിൻ. പിന്നെ എല്ലാ സ്പേസിയെക്കുറിച്ച് PCയുടെ എല്ലാം പറയണതുകൊണ്ട് ക്യാബിൻ കൂടെ പറഞ്ഞതേ ഉള്ളൂ. പിന്നെ പറഞ്ഞാൽ കൂളർ മസ്റ്റായിട്ടുള്ള സാധനം എന്ന് വെച്ചാൽ നിങ്ങൾ പ്രൊസസ്സറിലുണ്ട്. ബട്ട് ഗെയിമിങ്ങിനും കുറച്ച് ഗെയിമിങ്ങിനും എഡിറ്റൊക്കെ ചെയ്യുമ്പോൾ ചൂടായാൽ ഒത്തിരി നല്ല കുറച്ച് കൂളറാണെന്നുണ്ടെങ്കിൽ ഈ കൂളർ മസ്റ്റാണ്. കൂളറും കൂടെ ചെയ്യുന്നത് നല്ലതായിരിക്കും. ഇതാണ് നമ്മളെ ലിസ്റ്റും പൈസയും. പിന്നെ നിങ്ങൾക്ക് ടോട്ടൽ പ്രൈസ് താഴെ ഞാൻ ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട്. ഇത് വെച്ച് നിങ്ങൾക്ക് അത്യാവശ്യം എല്ലാ ഗെയിംസും കളിക്കാം. GTA 6ൻ്റെ FPS അവിടെ കൊടുത്തായിരിക്കും. ഗെയിം ഇറങ്ങുമ്പോൾ ചിലപ്പോൾ അങ്ങോട്ട് ഒരു FPS മാറി നമുക്ക് ഇരിക്കാം. ഇത് റൈറ്റ് നല്ല മുകളിൽ FPS കൊടുത്തായിരിക്കും GTA 6ൻ്റെ. ബാക്കിയെല്ലാം വേണമെന്ന് പറഞ്ഞാൽ ഞാൻ കമൻറ്റിൽ പറഞ്ഞാൽ ഞാൻ ബാക്കി നിങ്ങൾ പറഞ്ഞതിലൊക്കെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. സ്പെക്ക് ആ സംഭവമൊക്കെ ഗെയിം FPS അത്യാവശ്യം FPS കളിക്കാം. പിന്നെ നിങ്ങൾക്ക് നിങ്ങളെ ബഡ്ജറ്റ് ഏതൊക്കെ ഗെയിംസ് കളിക്കണം എന്താണ് നിങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ കൊടുത്തിട്ട് താഴെ കമൻറ്റ് ബോക്സിൽ ഇട്ടാൽ ഞാൻ അതിന് പറ്റുന്നൊരു ബഡ്ജറ്റ് നിങ്ങളുടെ ബഡ്ജറ്റ് ഒരു PCയുടെ സ്പെക്ക് ഞാൻ അടുത്ത വീഡിയോ ചെയ്യാം. അല്ലെങ്കിൽ ഈ സ്പെക്കിൽ വെച്ച് നിങ്ങൾക്ക് ഏതൊക്കെ ഗെയിം കളിക്കാം, എത്ര FPS കിട്ടും എന്നൊക്കെ താഴെ വേണമെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ ചെയ്യുന്നതായിരിക്കും. പിന്നെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് അടിക്കുക. താങ്ക്സ് ടു വാച്ച്.